സാധിക്കില്ലല്ലോ പൂജാരിക്ക്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഇദ്ദേഹം വേഗം പോയിട്ട് പൂജാരിയുടെ കാൽക്കൽ വീണിട്ട് പറയാണ്, ഒരു നിമിഷം ഒന്ന് നടന്നോക്കെ, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കാത്തിരുന്നിട്ട് വരികയാണ്, ഒന്ന് കണ്ടാൽ മതി എനിക്ക് ഭഗവാനെ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജാരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയൊന്നും അദ്ദേഹം പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാനും വയ്യ. എങ്ങനെയൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പൂജാരി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. ഇദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് തോന്നണില്ല. ആ ഒരു 10 മിനിറ്റ് മുൻപ് നേരത്തെ ഇദ്ദേഹം എത്തിയിരുന്നെങ്കിൽ ഭഗവാനെ ദർശിക്കാമായിരുന്നു. അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതും ഭഗവാന്റെ കളി തന്നെയാണേ. നമുക്ക് ആ ഒരു സമയത്ത് തോന്നില്ല. ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടത്തേക്കാൾ കുറച്ചുകൂടി വലിയ സന്തോഷം നമുക്ക് ഭഗവാനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ചിന്ത നമുക്ക് വരില്ല. എന്നിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് എങ്ങനെ ഇരിക്കും? അത് വേണ്ടാന്നാ ഭഗവാൻ പറയുന്നേ. എന്തുണ്ടെങ്കിലും അത് ഭഗവാൻ തരുന്നതാണ്. ഭഗവാനിൽ എന്നെ സമർപ്പിക്കുക. അപ്പൊ നമുക്ക് എന്താണ്